ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം എമിറ്റിക്സ് ആൻഡ് ആന്റി എമിറ്റിക്സ്, ദെൻ ഡയേറിയൽസ് ആണ്, ആന്റി ഡയേറിയൽസ് ആണ് പഠിച്ചത്. ഓക്കെ, സോന പറ. എനിക്ക് സോന മ്യൂട്ട് ചെയ്തോ. ഷെമീന, മീന. ഓക്കെ, എമിറ്റിക്സ് പറ. ഷെമീനക്ക് റേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഷെമീന മ്യൂട്ട് ചെയ്തോ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഹുസ്ന, ഹുസ്ന. ഓക്കെ, എമിറ്റിക്സ് പറ. ക്ലാസിഫിക്കേഷൻ കൂടി പറ. ഓക്കെ, ഇപ്പിക്കാക്യുന ആൻഡ് ഡിജിറ്റാലിസ്. ഓക്കെ, റിസാന. Okay, what are the side effects and contraindications? Okay. ഷിഹാന, എന്തൊക്കെയാണ് ഇൻഡിക്കേഷൻ? ആന്റി എമിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതുല്യ, what are the classifications? Domperidone. Domperidone. Meclozin. Ondansetron. Okay. Anuja, what are the side effects? Anuja. Okay, Shamna. Okay, what are the side effects? Contraindications കൂടി പറ. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. അതായത് ആന്റി ഡയറിയൽസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത്. ഓക്കെ, അതില് സിംറ്റംസ് ആണ് ഇനി എടുക്കാനുള്ളത്. ഓക്കെ, സിംറ്റംസ് നോക്കാം. ആന്റി ഡയറിയൽ ഡ്രഗ്സിലെ സിംറ്റംസ് ആണ് പറയുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് സിംറ്റം, ലൂസ് വാട്ടറി സ്റ്റൂൾ. ലൂസ് ആയിട്ടും അതുപോലെ വാട്ടറി ഫോമിലുള്ള സ്റ്റൂള്. ദെൻ അബ്ഡോമിനൽ ക്രാംസ്. ഓക്കെ, മീൻസ് വയറ് കൊളുത്തിപ്പിടുത്തം ഉണ്ടാകും. ദെൻ അബ്ഡോമിനൽ പെയിൻ, വയറുവേദന ഉണ്ടാകും. ദെൻ ഫീവർ. ദെൻ ബ്ലഡ് ഇൻ ദ സ്റ്റൂള്. സ്റ്റൂളിൽ ബ്ലഡിന്റെ പ്രസൻസ് ഉണ്ടാകും. ദെൻ മ്യൂക്കസ് ഇൻ ദ സ്റ്റൂള്. സ്റ്റൂളിൽ മ്യൂക്കസിന്റെയും പ്രസൻസ് ഉണ്ടാകും. ദെൻ നൊസിയ.
ദെൻ ബ്ലോട്ടിംഗ്. ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ്, അതായത് വയറ് വീർത്ത് വരുന്നതിനെയാണ് ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്, വികസിക്കുന്നതിനാണ് അല്ലെങ്കിൽ ഗ്യാസിനെയാണ് ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് പറയാം സിംറ്റംസ് ലൂസ് വാട്ടറി സ്റ്റൂൾസ്, abdominal cramps, abdominal pain, fever, blood in the stool, mucus in the stool, nausea and bloating. Is it clear? Clear ആയോ? Okay, next diagnosis. Okay, in that first one blood test, second one stool examination, then third one sigmoidoscopy. Sigmoidoscopy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പഠിച്ചാണ് സിഗ്മോയിഡ് കോളൻ. ഓക്കെ, സിഗ്മോയിഡ് കോളനെ വിഷ്വലൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് സിഗ്മോയിഡോസ്കോപ്പി. ഓക്കെ, അതായത് എൻഡോസ്കോപ്പി പോലെ തന്നെ ഇവിടെ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ ആ ഒരു പ്രൊസീജിയർ തന്നെ, പക്ഷെ എന്താണ് ഇവിടെ സിഗ്മോയിഡ് കോളനെയാണ് എന്താ പറയുക വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, അതായത് ട്യൂബ്. ഓക്കെ, പ്രോസസ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഡയഗ്നോസിസ് അറിഞ്ഞായിരുന്നാൽ മതി. സിഗ്മോയിഡോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മോയിഡ് കോളനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സിഗ്മോയിഡോസ്കോപ്പി. ദെൻ ഓർ കൊളോണോസ്കോപ്പി. കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളൻ, റെക്ടം ആൻഡ് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കോളനെ ഒബ്സർവ് ചെയ്യാം. കോളൻ എന്ന് പറഞ്ഞാൽ പോർഷനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ലാർജ് ഇൻറ്റസ്റ്റൈനും അതുപോലെ തന്നെ റെക്ടം, ആ രണ്ട് പോർഷനെ കൂടി ആ രണ്ട് ഭാഗത്തെ ഒബ്സർവ് ചെയ്യാൻ അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കൊളോണോസ്കോപ്പി. ഒന്നുകൂടി പറയാം. ഡയഗ്നോസിസ്, ബ്ലഡ് ടെസ്റ്റ്, സ്റ്റൂൾ എക്സാമിനേഷൻ, സിഗ്മോയിഡോസ്കോപ്പി ഓർ കൊളോണോസ്കോപ്പി. Is it clear? Okay. ഡയഗ്നോസിസ് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണ്ട. ഓക്കെ, ജസ്റ്റ് അത്രയും മതി. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആന്റി ഡയേറിയൽസ്. ഓക്കെ, ആന്റി ഡയേറിയൽസിന് പ്രധാനമായിട്ടും എ ക്ലാസിഫിക്കേഷൻ, ബി ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് എ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, എ ക്ലാസിഫിക്കേഷൻ ഹെഡിങ് കൊടുക്കുക നോൺ ആന്റി മൈക്രോബിയൽ ആന്റി ഡയേറിയൽസ്. നോൺ ആന്റി മൈക്രോബിയൽ ആന്റി ഡയേറിയൽസ്. ഓക്കെ, അതിൽ അഗൈൻ രണ്ട് ഡിവിഷൻസ് വരുന്നുണ്ട്, രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ആന്റി മോട്ടിലിറ്റി ഏജന്റ്സ്. ഓക്കെ, അതിലെ ഡ്രഗ്സ് ആണ് ഇനി പറയുന്നത്, അതിന് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഓക്കെ, ഡൈഫിനോക്സിലേറ്റ്, then കൊഡീൻ, ലോപ്പറമൈഡ്. ഇങ്ങനെ 3 ഡ്രഗ്സ് ആണ് വരുന്നത്. അതായത് നോൺ ആന്റി മൈക്രോബിയൽ ആന്റി ഡയേറിയൽസ് ആണ് മെയിൻ ക്ലാസിഫിക്കേഷൻ. അതിനെ അഗൈൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റത്തത് ആന്റി മോട്ടിലിറ്റി ഏജന്റ്സ്. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഡൈഫിനോക്സിലേറ്റ്, കൊഡീൻ, then ലോപ്പറമൈഡ്. ദെൻ അതിൽ തന്നെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആന്റി കൊളിനർജിക് ഏജന്റ്സ്. ഓക്കെ, അതിനും രണ്ട് ഡ്രഗ്സ് എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്, അട്രോപ്പിൻ ആൻഡ് സ്കോപ്പലാമിൻ. ഇങ്ങനെ രണ്ട് ഡ്രഗ്സ് ആണ് ആന്റി കൊളിനർജിക് ഏജന്റ്സിൽ വരുന്നത്. ഓക്കെ, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആന്റി ഡയേറിയൽസിലെ എ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നോൺ ആന്റി മൈക്രോബിയൽ ആന്റി ഡയേറിയൽസ്. ഓക്കെ, അതിനെ അഗൈൻ ഡിവൈഡ് ചെയ്തേക്കുന്നത് ആന്റി മോട്ടിലിറ്റി ഏജന്റ്സ് ആൻഡ് സെക്കൻഡ് വൺ ആന്റി കൊളിനർജിക് ഏജന്റ്സ്. നെക്സ്റ്റ് അടുത്തത് ബി ക്ലാസിഫിക്കേഷൻ. ഹെഡിങ് കൊടുക്കുക സ്പെസിഫിക് ആന്റി ഇൻഫെക്റ്റീവ് ഏജന്റ്സ്. ഓക്കെ, അതിനെയും അഗൈൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആന്റി മൈക്രോബിയൽസ്. ഓക്കെ, അതിലും കുറച്ച് ഡ്രഗ്സ് എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കോട്രൈമാക്സസോൾ, then നോർഫ്ലോക്സാക്സിൻ, then ഡോക്സിസൈക്ലിൻ, then എറിത്രോമൈസിൻ, then മെട്രോണിഡസോൾ. അതായത് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആന്റി മൈക്രോബിയൽസ് ആണ്. അതിന് എക്സാമ്പിൾസ് ആണ് കോട്രൈമാക്സസോൾ, then നോർഫ്ലോക്സാക്സിൻ, then ഡോക്സിസൈക്ലിൻ, then എറിത്രോമൈസിൻ, then മെട്രോണിഡസോൾ. ഡ്രഗ്സ് വാട്സപ്പിൽ എഴുതിയെടുക്കുക. ഇത്രയും ഡ്രഗ്സ് ആന്റി മൈക്രോബിയൽസ് വരുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ആന്റി സെക്രീറ്ററി ഏജന്റ്സ്. ഓക്കെ, അതിന് രണ്ട് ഡ്രഗ്സ് എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്, സൾഫാസലാസിൻ ആൻഡ് മെസാലാസിൻ.
മെസാലാസിൻ. ഓക്കെ, സൾഫാസലാസിൻ, മെസാലാസിൻ. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആന്റി ഡയറേറ്റ്സിൽ പ്രധാനമായിട്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. നോൺ ആന്റി മൈക്രോബിയൽ ആന്റി ഡയറേറ്റ്സും സ്പെസിഫിക് ആന്റി ഇൻഫെക്റ്റീവ് ഏജൻസും. അതിൽ എ ക്ലാസിഫിക്കേഷൻ നോൺ ആന്റി മൈക്രോബിയൽ ആന്റി ഡയറേറ്റ്സ്. അതിനെ അഗൈൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ആന്റി മോട്ടിലിറ്റി ഏജൻസും ആന്റി കോളിനർജിക് ഏജൻസും. ദെൻ ബി ക്ലാസിഫിക്കേഷൻ വരുന്നത് സ്പെസിഫിക് ആന്റി ഇൻഫെക്റ്റീവ് ഏജൻസ് ആണ്. അതിനെ അഗൈൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ആന്റി മൈക്രോബിയൽസും ആന്റി സെക്രട്ടറി ഏജൻസും. Is it clear? Okay. Next is side effects. At the subheading side effects. Okay, in that dizziness, tiredness and constipation. Okay, side effects: dizziness, second one tiredness, third one constipation. Is it clear? Okay. Next contraindications. Next subheading contraindications. Okay, in that first point liver problems. Liver problems. Second one bloody diarrhea. Bloody diarrhea. Third point abnormal heart rhythm. Abnormal heart rhythm. അതായത് കോൺട്രാൻഡിക്കേഷൻ ഫസ്റ്റ് വൺ ലിവർ പ്രോബ്ലംസ്, ലിവറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. ദെൻ ബ്ലഡി ഡയറിയ, ആന്റി ഡയറിയൽസ് ആണ്, പക്ഷെ എന്താണ് ബ്ലഡി ഡയറിയക്ക് ഡ്രഗ് കൊടുക്കാൻ പറ്റത്തില്ല. മീൻസ് ബ്ലഡിന്റെ പെർസെൻസ് ഉള്ള ഡയറിയക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ദെൻ അബ്നോർമൽ ഹാർട്ട് റിതം. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഓക്കെ ഷിഹാന, എന്താണ് ആന്റി ഡയറിയൽ ഡ്രഗ്സ്? ഓക്കെ, ഡയറിയന്റെ ഡെഫിനിഷൻ കൂടി പറ. ഓക്കെ ഗുഡ്. സോന, what are the causes? What are the causes? സോന എവിടെയാണ്? സോന എവിടെയാണ്? അറ്റ് പ്രസന്റ് സോന എവിടെയാണ്? മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്ത്. ഷംന, what are the causes? Okay, Rizana. Okay, what are the symptoms? Okay. Alina. Okay, what are the diagnosis? Sigmoidoscopy. Colonoscopy. Okay. Celia. Okay, what are the classifications of antidiarrheals?
Okay. Husna. Okay, what are the side effects? Okay. Anuja. Adulya. Okay, what are the contraindications? Okay. ഓക്കെ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അടുത്ത മെയിൻ ഹെഡിങ് കൊടുക്കുക ഡ്രഗ്സ് യൂസ്ഡ് ഇൻ പെപ്റ്റിക് അൾസർ. അടുത്ത മെയിൻ ഹെഡിങ് കൊടുക്കുക ഡ്രഗ്സ് യൂസ്ഡ് ഇൻ പെപ്റ്റിക് അൾസർ. ഓക്കെ, ഇൻ ദാറ്റ് സബ് ഹെഡിങ് കൊടുക്കുക പെപ്റ്റിക് അൾസർ. ആദ്യം പെപ്റ്റിക് അൾസർ എന്താന്ന് നോക്കാം, എന്നിട്ട് ഡ്രഗ്സിലോട്ട് പോകാം. സബ് ഹെഡിങ് പെപ്റ്റിക് അൾസർ. ഓക്കെ, ഇൻ ദാറ്റ് ഡെഫിനിഷൻ എ പെപ്റ്റിക് അൾസർ ഈസ് ആൻ ഓപ്പൺ സോർ ഇൻ ദ അപ്പർ ഡൈജസ്റ്റീവ് ട്രാക്ട്. പെപ്റ്റിക് അൾസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സോറാണ്. മീൻസ് വ്രണം. സോർ എന്ന് പറഞ്ഞാൽ വ്രണം അല്ലെങ്കിൽ പരു എന്നൊക്കെയുള്ള അർത്ഥം. ഓക്കെ, ഓപ്പൺ ആയിട്ടുള്ള ഒരു വ്രണം അല്ലെങ്കിൽ എന്താണ് പരുവാണ്. ഇൻ ദ അപ്പർ ഡൈജസ്റ്റീവ് ട്രാക്ട്. ഇത് അപ്പർ ഡൈജസ്റ്റീവ് ട്രാക്ടിന്റെ ഭാഗത്താണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പർ എന്താന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ വർഷം പഠിച്ചാണ്. അപ്പർ ഡൈജസ്റ്റീവ് ട്രാക്ട്. ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് പറഞ്ഞാൽ ദഹനനാളം. ദഹനനാളത്തിന്റെ അപ്പർ പാർട്ടിൽ, അപ്പർ മുകൾ ഭാഗത്തെ പോർഷനിലാണ് ഈ ഓപ്പൺ സോർ കാണപ്പെടുന്നത്. അതിനാണ് പെപ്റ്റിക് അൾസർ എന്ന് പറയുന്നത്. എനിക്ക് ഒന്നുകൂടി പറയാം ഡെഫിനിഷൻ. എ പെപ്റ്റിക് അൾസർ ഈസ് ആൻ ഓപ്പൺ സോർ ഇൻ ദ അപ്പർ ഡൈജസ്റ്റീവ് ട്രാക്ട്. അതായത് അപ്പർ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ കാണപ്പെടുന്ന ഓപ്പൺ സോറിനെയാണ്, സോർ എന്ന് പറഞ്ഞാൽ വ്രണം അല്ലെങ്കിൽ പരു എന്നൊക്കെയുള്ള അർത്ഥം. ഓക്കെ, അപ്പർ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ കാണപ്പെടുന്ന ഓപ്പൺ സോറിനെയാണ് പെപ്റ്റിക് അൾസർ എന്ന് വിളിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് there are two types. There are two types. അതായത് ഇത് രണ്ട് തരത്തിലുണ്ട്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഗ്യാസ്ട്രിക് അൾസർ. ഒന്നാമത്തത് ഗ്യാസ്ട്രിക് അൾസർ. ഓക്കെ, എന്താ നോക്കാം. വിച്ച് ഫോംസ് ഇൻ ദ ലൈനിങ് ഓഫ് ദി സ്റ്റൊമക്ക്. ഓക്കെ, രണ്ട് തരത്തിലാണുള്ളത്, ഗ്യാസ്ട്രിക് അൾസറും ഡിയോഡിനൽ അൾസറും. ഓക്കെ, ഇതിൽ ഗ്യാസ്ട്രിക് അൾസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഫോംസ് ഇൻ ദ ലൈനിങ് ഓഫ് ദ സ്റ്റൊമക്ക്. അതായത് അൾസർ ഇവിടെ രൂപം കൊള്ളുന്നത് എവിടെയാണ്? സ്റ്റൊമക്കിലാണ് നിലകൊള്ളുന്നത്. ഓക്കെ, സ്റ്റൊമക്കിൽ രൂപം കൊള്ളുന്ന അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ നിലകൊള്ളുന്ന അൾസറിനെയാണ് ഗ്യാസ്ട്രിക് അൾസർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തത് ഡിയോഡിനൽ അൾസർ. ഓക്കെ, രണ്ടാമത്തത് ഡിയോഡിനൽ അൾസർ. ഡിയോഡിനൽ അൾസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഫോംസ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, അതായത് വിച്ച് ഫോംസ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ചെറുകുടലിന്റെ അപ്പർ പാർട്ടിൽ രൂപം കൊള്ളുന്നതിനെ ഡിയോഡിനൽ അൾസർ എന്ന് പറയുന്നു. ഒന്നുകൂടി പറയാം. there are two types. first one gastric ulcer. Okay, which forms in the lining of the stomach. Then second one duodenal ulcer, which forms in the upper part of the small intestine. Is it clear? Okay, next causes. അടുത്ത സബ് ഹെഡിങ് കൊടുക്കുക causes. കാരണങ്ങളാണ് പറയുന്നത്. Okay, in that decrease mucus secretion and bicarbonate secretion. അതായത് മ്യൂക്കസിന്റെ സെക്രീഷനും അതുപോലെ തന്നെ ബൈകാർബണേറ്റിന്റെ സെക്രീഷൻ മീൻസ് ഉൽപാദനം കുറയുന്നത് കൊണ്ട്. ഓക്കെ, അതാണ് ഒന്നാമത്തെ റീസൺ. അതായത് ഡിക്രീസ് മ്യൂക്കസ് സെക്രീഷൻ ആൻഡ് ബൈകാർബണേറ്റ് സെക്രീഷൻ. ദെൻ രണ്ടാമത്തെ കോസ് ഇൻക്രീസ് പ്രോട്ടീൻ ഡയറ്റ്. പ്രോട്ടീൻ ഡയറ്റ് കൂടുന്നത് അതും ഒരു കാരണമാകാം. ഇൻക്രീസ് പ്രോട്ടീൻ ഡയറ്റ്. Then third point സ്കിപ്പിംഗ് ഓഫ് ഡയറ്റ്. സ്കിപ്പിംഗ് ഓഫ് ഡയറ്റ്, ഡയറ്റിൽ വ്യത്യാസം വരുത്തുക അല്ലെങ്കിൽ ഡയറ്റ് സ്കിപ്പ് ചെയ്യുന്നത് വഴി. ഓക്കെ, ദെൻ ഫോർത്ത് പോയിന്റ് ഫിസിക്കൽ ഓർ ഇമോഷണൽ സ്ട്രെസ്. ഫിസിക്കൽ ഓർ ഇമോഷണൽ സ്ട്രെസ്. നെക്സ്റ്റ് വൺ സ്മോക്കിംഗ്. നെക്സ്റ്റ് വൺ ഓവർ ഇൻടേക്ക് ഓഫ് കോഫി, ടീ. Over intake of coffee, tea. Next one radiation therapy. Next one alcohol use. Next one over intake of aspirin and NSAIDs. ഒന്നുകൂടി പറയാം. causes
നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കോസസ് ആണ്. ഓക്കെ, ഒന്നാമത്തെ കോസസ് ഡിക്രീസ് മ്യൂക്കസ് സെക്രീഷൻ ആൻഡ് ബൈകാർബണേറ്റ് സെക്രീഷൻ, അതായത് മ്യൂക്കസിന്റെ സെക്രീഷൻ അല്ലെങ്കിൽ ബൈകാർബണേറ്റ് സെക്രീഷൻ കുറയുന്നത്. then second one increase protein diet കൂടുന്നത്. then skipping of diet. next one physical or emotional stress. then smoking. next one over intake of coffee tea, അതായത് കോഫി ടീ ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത്, ഓവർ ഇൻടേക്ക് കൂടുതലായിട്ട് കഴിക്കുന്നതിന്. ഓക്കെ, നെക്സ്റ്റ് റേഡിയേഷൻ തെറാപ്പി. നെക്സ്റ്റ് റേഡിയേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ ട്രീറ്റ്മെന്റ്. ഓക്കെ, റേഡിയേഷൻ ട്രീറ്റ്മെന്റിന് ശേഷം അതൊരു കോസ് ആയിട്ട് വരാം. നെക്സ്റ്റ് ആൽക്കഹോൾ യൂസ്. നെക്സ്റ്റ് ഓവർ ഇൻടേക്ക് ഓഫ് ആസ്പിരിൻ ആൻഡ് എൻഎസൈഡ്സ്, ആസ്പിരിനും എൻഎസൈഡ്സും ഓവർ ആയിട്ട് കഴിക്കുന്നതും ഒരു കാരണമാകാം. Is it clear? Clear ആയോ? Okay. Next, signs and symptoms. അടുത്ത സബ് ഹെഡിങ് signs and symptoms. Okay, in that some people may have no symptoms of an ulcer, but main symptoms include. അതായത് ചില ആൾക്കാരിൽ സിംറ്റംസ് ഒന്നും അൾസറിൻ്റെതായ സിംറ്റംസ് ഒന്നും കാണില്ല. some people may have no symptoms of an ulcer. ചില ആൾക്കാരിൽ അൾസറിൻ്റെതായ സിംറ്റംസ് ഒന്നും കാണില്ല. but main symptoms include. പക്ഷെ എന്താണ് മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് ആണ് ഇനി പറയാൻ പോകുന്നത്. okay, in that first point heartburn. first point heartburn, നെഞ്ചരിച്ചിലുണ്ടാകും. then abdominal pain, abdominal pain, വയറുവേദന ഉണ്ടാകും. next nausea. next loss of appetite means വിശപ്പില്ലായ്മ ഉണ്ടാകും. next one weight loss, ഭാരം കുറയും. next one blood in vomiting, വോമിറ്റ് ചെയ്യുമ്പോൾ ബ്ലഡിന്റെ പ്രസൻസ് ഉണ്ടാകും. ഒന്നുകൂടി പറയാം, സൈൻസ് ആൻഡ് സിംറ്റംസ്. in that some people may have no symptoms of an ulcer but main symptoms include. ചില ആൾക്കാരിൽ അൾസറിൻ്റെതായ സിംറ്റംസ് ഉണ്ടാകില്ല, പക്ഷെ ഇവിടെ കുറച്ച് സിംറ്റംസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് വൺ ഹാർട്ട് ബേൺ, സെക്കൻഡ് വൺ അബ്ഡോമിനൽ പെയിൻ, നെക്സ്റ്റ് വൺ നൊസിയ, നെക്സ്റ്റ് വൺ ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, നെക്സ്റ്റ് വൺ വെയിറ്റ് ലോസ്, ലാസ്റ്റ് വൺ ബ്ലഡ് ഇൻ വോമിറ്റിംഗ്. Is it clear? Okay, question ചോദിച്ചിട്ട് അടുത്ത ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. സെറ്റ് ലിയ, പെപ്റ്റിക് അൾസറിന്റെ ഡെഫിനിഷൻ പറ. ഓക്കെ, ഷെമീന. Okay, what are the types? Okay, good. Alina. Okay, what are the causes? Okay. Sona. Okay, what are the signs and symptoms? Okay. Okay. Okay, at the classification. Okay, at the classification of drugs used in peptic ulcer. Okay, ഇതിൽ നാല് ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഓക്കെ, നാല് ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എ. ഓക്കെ, എ ക്ലാസിഫിക്കേഷൻ ഹെഡിങ് കൊടുക്കാം, ഡ്രഗ്സ് ദാറ്റ് ഇൻഹിബിറ്റ് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ. drugs that inhibit gastric acid secretion. Okay, in that first one H2 receptor blockers.
H2 receptor blockers. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ H2 receptor blockers. അതായത് ഫസ്റ്റത്തെ A ക്ലാസിഫിക്കേഷൻ drugs that inhibit gastric acid secretion. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഓക്കെ A ക്ലാസിഫിക്കേഷനിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ H2 receptor blockers. ഓക്കെ ഇനി അതിന് ഡ്രഗ്സ് എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സിമിറ്റിഡിൻ, റാൻഡിഡിൻ, ഫെമറ്റിഡിൻ. ഇങ്ങനെ 3 ഡ്രഗ്സ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സിമിറ്റിഡിൻ, റാൻഡിഡിൻ, ഫെമറ്റിഡിൻ. ഓക്കെ നെക്സ്റ്റ് അതിലെ തന്നെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ A ക്ലാസിഫിക്കേഷനിലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ അതിലെ ഡ്രഗ്സ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ഒമിപ്രസോൾ, പാൻറ്റോപ്രസോൾ, എസമോപ്രസോൾ. ഓക്കെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ആണ് ഒമിപ്രസോൾ, പാൻറ്റോപ്രസോൾ, എസമോപ്രസോൾ. ഇങ്ങനെ ഡ്രഗ്സ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിലെ തന്നെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആന്റി കോളിനർജിക്സ്. അതിനൊരു എക്സാമ്പിൾ വരുന്നുണ്ട് പൈറനസിപ്പിൻ എന്ന് പറഞ്ഞ ഡ്രഗ് എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് അതിലെ തന്നെ നാലാമത്തെ ക്ലാസിഫിക്കേഷൻ പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സ്. അതിന് ഒരു എക്സാമ്പിൾ വരുന്നുണ്ട് മിസോപ്രോസ്റ്റോൾ. ഓക്കെ എന്നിട്ട് പറയാം A ക്ലാസിഫിക്കേഷൻ ഡ്രഗ്സ് ദാറ്റ് ഇൻഹിബിറ്റ് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ. മെയിൻ ഹെഡിങ് അതിൽ 4 ക്ലാസിഫിക്കേഷൻ ആണ്. അഗൈൻ 4 ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. H2 receptor blockers, proton pump inhibitors, then anticholinergic, then prostaglandin analogues. അങ്ങനെ 4 ക്ലാസിഫിക്കേഷൻ ആണ് A ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഓക്കെ നെക്സ്റ്റ് B ക്ലാസിഫിക്കേഷന്റെ ഹെഡിങ് ഡ്രഗ്സ് ദാറ്റ് ന്യൂട്രലൈസ് ഗ്യാസ്ട്രിക് ആസിഡ്. ഓക്കെ അതിൽ അഗൈൻ 2 ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റമിക്. അതിന് ഡ്രഗ്സ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം സിട്രേറ്റ്. അതായത് ബി ക്ലാസിഫിക്കേഷനിലെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റമിക്, എക്സാമ്പിൾസ് സോഡിയം ബൈകാർബണേറ്റ് ആൻഡ് സോഡിയം സിട്രേറ്റ്. നെക്സ്റ്റ് അതിൽ തന്നെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നോൺ സിസ്റ്റമിക്. അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ല്, മെഗാൽഡ്രേറ്റ്. നോൺ സിസ്റ്റമിക് ആണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. അതിന് എക്സാമ്പിൾസ് വന്നിരിക്കുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെൽ, മെഗാൽഡ്രേറ്റ്. ഇത്രയും ഡ്രഗ്സ് ആണ് വരുന്നത്. അതായത് ബി ക്ലാസിഫിക്കേഷൻ ഡ്രഗ്സ് ദാറ്റ് ന്യൂട്രലൈസ് ഗ്യാസ്ട്രിക് ആസിഡ്. ഓക്കെ ദെൻ അതിൽ 2 ക്ലാസിഫിക്കേഷൻ വന്നത് സിസ്റ്റമിക്കും നോൺ സിസ്റ്റമിക്കും. ദെൻ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ സി ക്ലാസിഫിക്കേഷൻ. A ക്ലാസിഫിക്കേഷൻ, B ക്ലാസിഫിക്കേഷൻ, ദെൻ C ക്ലാസിഫിക്കേഷൻ. ഓക്കെ മെയിൻ ഹെഡിങ് അൾസർ പ്രൊട്ടക്റ്റീവ്സ്. ഇതിൽ അഗൈൻ ക്ലാസിഫിക്കേഷൻസ് വരുന്നില്ല. ജസ്റ്റ് ഡ്രഗ്സ് ആണ് എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സുക്രാൽഫേറ്റും, then colloidal bismuth sulfate. സുക്രാൽഫേറ്റ് ആൻഡ് colloidal bismuth sulfate. അതാണ് സി ക്ലാസിഫിക്കേഷന്റെ എക്സാമ്പിൾസ്. അതായത് അൾസർ പ്രൊട്ടക്റ്റീവ്സ് ആണ് സി ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ഡി ക്ലാസിഫിക്കേഷനിലും അഗൈൻ ക്ലാസിഫിക്കേഷൻ വരുന്നില്ല. ഡി ക്ലാസിഫിക്കേഷൻ മെയിൻ ഹെഡിങ് ആന്റി ക്യാപിറ്റൽ ലെറ്റർ എച്ച്, ആന്റി എച്ച് പൈലോറി ഡ്രഗ്സ്. അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് അമോക്സിസിലിൻ, ടിനിഡസോൾ, മെട്രോനുഡസോൾ, ടെട്രാസൈക്ലിൻ, ക്ലാരിത്രോമൈസിൻ. അതായത് ആന്റി എച്ച് പൈലോറി ഡ്രഗ്സ് അമോക്സിസിലിൻ എക്സാമ്പിൾ, ടിനിഡസോൾ, then മെട്രോനുഡസോൾ, then ടെട്രാസൈക്ലിൻ, then ക്ലാരിത്രോമൈസിൻ. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് പെപ്റ്റിക് അൾസർ ഡ്രഗ്സ് യൂസ്ഡ് ഇൻ പെപ്റ്റിക് അൾസറിൽ 4 ക്ലാസിഫിക്കേഷൻ ABCD എന്ന് പറഞ്ഞാൽ 4 ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ടൈം ആയിട്ടുണ്ട്. ബാക്കി ക്ലാസ് മൺഡേ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.